കോലാഹലം, റഷീദ് പറമ്പിലിൻ്റെ കോലാഹലം. ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഷോർട്ട് ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിത് കാണാൻ പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് ഏതെങ്കിലും ഒരു കുതിര പടമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല. എന്തായാലും ഞാൻ പൊതുവേ എല്ലാ പടങ്ങളും പ്രജുഡിസോടുകൂടി കാണാൻ പ്രജുഡിസ് ഇല്ലാതെ കാണാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിനും പോയി, ഈ പടവും കാണാൻ പോയി. സർപ്രൈസിംഗ്ലി ഗുഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ പറഞ്ഞാൽ പോരാ, ജസ്റ്റ് വാവ്. കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഭയങ്കര ഹൈ ആണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലത്. സിനിമാറ്റോഗ്രഫി ആയാലും എഡിറ്റിംഗ് ആയാലും എല്ലാം, സൗണ്ട് റെക്കോർഡിങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവർ ഉപയോഗിച്ചിരിക്കുന്ന രീതി പല സ്ഥലത്തും അതിഗംഭീരമാണ്. സന്തോഷ് പുത്തൻ എന്നൊരാളാണ് അഭിനയിച്ചിരിക്കുന്നത്. സന്തോഷ് പുത്തനാണ് പ്രൊഡ്യൂസറും. സന്തോഷ് പുത്തൻ വീട്ടിൽ എന്നാണ് തോന്നുന്നത് ഫുൾ നെയിം. അങ്ങനെയാണ് CBFCയുടെ സർട്ടിഫിക്കറ്റിൽ പേര് കണ്ടത്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം, ഓൾമോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ചെയ്തിരിക്കുന്നതും സന്തോഷ് പുത്തനാണ്. ഇത് പടം പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. ഒരുപാട് ലെയേഴ്സ് ഉള്ള പടമാണ്. മൊത്തത്തിലൊരു ഫുൾ സർക്കിൾ അവർ കാണിക്കുന്നുണ്ട്. ഒരു 1.5 മണിക്കൂറേ ഉള്ള പടം, ചെറിയ പടമാണ്. പക്ഷേ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഒരു ഫുൾ സർക്കിൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് കണ്ട് തീരുമ്പോൾ. ആ ഒരു ഫുൾ സർക്കിൾ കാണുമ്പോൾ ഭയങ്കര സംതൃപ്തിയോടുകൂടിയാണ് നമ്മൾ സിനിമ ഹാളിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ഞാൻ പറയുന്നത്, ഞാൻ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് പോയത്. അതുകൊണ്ട് എനിക്കിത് അതിഗംഭീരമായ പടമായിട്ട് തന്നെ തോന്നി. കാരണം ഒരു തിങ്കളാഴ്ച ഷോ കാണുന്ന കണക്കുള്ളൊരു പടം പോലെയാണ് കോലാഹലം എനിക്ക് തോന്നിയത്. ഇതിനകത്ത് ഒരുപാട് ഇൻട്രിക്കേറ്റ് റിലേഷൻഷിപ്സ് ഉണ്ട്, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഈ റിലേഷൻഷിപ്സ് എല്ലാം ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം വളരെ മനോഹരമായിട്ടാണ് വീവിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് റഷീദ് പറമ്പിൽ. അങ്ങനെ എല്ലാ രീതിയിലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെർഫോമൻസസ് ഗംഭീരമാണ്, മനോഹരം. എല്ലാവരും തകർത്ത് അഭിനയിച്ചിരിക്കുന്നു. അഭിനയിക്കുന്നതാണെന്ന് തോന്നല് ശരിക്കും അവർ. കാരണം അത്രയ്ക്ക് നാച്ചുറലായിട്ടാണ് എല്ലാവരും ബിഹേവ് ചെയ്യുന്നതും. സിനിമയിൽ ഉടനീളം ഗംഭീര ആർട്ടിസ്റ്റ്. എനിക്ക് പേരറിഞ്ഞിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ അകത്ത്. ഗംഭീരമായ പ്രകടനങ്ങൾ. 4 out of 5 ഫോർ കോലാഹലം.